ഹായ് നമസ്കാരം, ഞാൻ ജോബിൻ. മക്കളെ, PSC പഠിച്ചു തുടങ്ങാനായിട്ടിരിക്കുന്ന, അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരാൻ പോവാണ്. അപ്പൊ ഇനി പഠിച്ചു തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുറെ അധികം കുട്ടികളുണ്ട്. ഇപ്പൊ LD നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചാൽ മതിയോ, അതോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ? ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേക്ക് പഠിച്ചാൽ അങ്ങ് മറന്നു പോകത്തില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. ആദ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇത് കൂടുതലും PSC തുടക്കക്കാരായിട്ടുള്ള, ആദ്യമായിട്ട് PSCക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയ ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ചില ചിന്തകൾ കയറിപ്പോവാം. അപ്പൊ ആദ്യം തന്നെ ഈ PSC ലൂപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ PSC ലൂപ്പിൽ പെട്ടുപോവാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ പഠന സമയം എത്രയാണ്, എത്ര സമയം പഠിക്കണം, PSCയുടെ സിലബസ് എന്താണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുമായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ച് വരുന്നവരാണ്, ഒരു ട്രാക്കിലേക്ക് എത്തിയവരാണ്, കുറെ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണണമെന്നില്ല. കാരണം നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ. പ്യുവർലി പഠിച്ചു തുടങ്ങാൻ പോകുന്ന, ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതി കാത്തിരിക്കുന്ന, ഡിഗ്രി ഒക്കെ കഴിയാൻ പോകുന്ന, PG ഒക്കെ കഴിയാൻ പോകുന്ന, +2 പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇനി PSC കൂടെ പഠിച്ചു തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം. മക്കളെ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഞാനൊരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സീരിയസ് ആയിട്ട് ഈ 5 കാര്യങ്ങളൊന്ന് മനസ്സിൽ പതിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാം. അതിൽ ഒന്നാമത്തേത്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് അടുത്ത വർഷം CPO WCPO പരീക്ഷകൾ ഉണ്ടാവും, സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ ഉണ്ടാവും, ഫയർമാൻ്റെ ഒക്കെ പരീക്ഷ ഉണ്ടാവും, ഫോഴ്സ് ലെവൽ പരീക്ഷകൾ എല്ലാ വർഷവും വിളിക്കും അല്ലെ, സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, ഇതൊക്കെ എല്ലാ വർഷവും വിളിക്കുന്ന പരീക്ഷകളാണ്. അപ്പൊ അത് എല്ലാ വർഷവും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി രണ്ടാമത്തത്, LDC പരീക്ഷ വരാൻ പോവാണ് അല്ലെ. ഒരു വലിയ മാമ്പാങ്കം, സാധാരണക്കാരന്റെ IAS എന്നൊക്കെ അറിയപ്പെടുന്ന LDയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. LD പരീക്ഷ വരാൻ പോകുന്നത്, നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് ഈ വർഷം അവസാനം നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലാണ്. അതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന ഡിഗ്രി ലെവലിലെ ഒരു അടിപൊളി ഗസറ്റഡ് പോസ്റ്റ് വരാൻ പോവുകയാണ്. അതായത് കയറുമ്പോൾ തന്നെ, ഡിഗ്രി ലെവൽ പരീക്ഷയിൽ കയറുമ്പോൾ തന്നെ ഗസറ്റ് റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ 2027 പരീക്ഷ നടക്കാൻ പോകുന്ന ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംശയം, നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവരൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും, എടാ ഇതൊരു PSC ഒരു ലൂപ്പാണ്, നീ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല, നീ അതിന് വേണ്ടിയിട്ട് മെനക്കെടണ്ട, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ നോക്ക്, അതായിരിക്കും നല്ലത്. ഞാനൊക്കെ പെട്ടുപോയി, കുറേ നാളുകളായിട്ട് ഞാൻ പഠിക്കുകയാണ്, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ ഇങ്ങനെ പറയുന്നവരോട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, PSC ആക്ച്വലി ഒരു ലൂപ്പാണോ? ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് റാങ്ക് ലിസ്റ്റിലും CPOയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റിലെയും കുട്ടികളെ ഒന്ന് പരിശോധിച്ചാൽ അവര് ഒരു 4 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ പോട്ടെ 1 വർഷം കൊണ്ടൊക്കെ എക്സാം ക്ലിയർ ചെയ്ത ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റും. അവരൊക്കെ ലൂപ്പിൽ പെട്ടുപോയവരാണോ? അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ പറയുന്ന എക്സാമിനേഷൻ വളരെ നേരത്തെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ലേ? അപ്പൊ എന്താണ് പ്രശ്നം? നമ്മുടെ ചിന്താഗതിയാണ് പ്രശ്നം അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഒരു റാങ്ക് മേക്ക് ചെയ്യാനുള്ള, ഒരു PSC റാങ്ക് ഹോൾഡറിന്റെ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എനിക്ക് നേടിയേ പറ്റൂ. ഏറ്റവും അടുത്ത പരീക്ഷ, അതിന്റെ അവസാന പരീക്ഷയാണ്, ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോകുന്ന ആദ്യത്തെയും അവസാനത്തെയും പരീക്ഷയായിരിക്കും വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ വരാൻ പോകുന്ന LD എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ആ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം റാക്കാൻ പറ്റും. ഇനി അതല്ല, വരുന്ന ഏതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്യണം അല്ലേ, ഈ പറയുന്ന കൂട്ടുകാരൊക്കെ പറയും പോലെ 3-4 വർഷം പഠിച്ചാലേ ഈ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതെങ്കിൽ ആ കാലഘട്ടം ഇങ്ങനെ കടന്നു പോകും. എല്ലാ ദിവസവും വൈകുന്നേരം ചായ കുടിക്കും, എല്ലാ ദിവസവും രാവിലെ ഉണരും, എല്ലാ ദിവസവും ഫുഡ് കഴിക്കും, എല്ലാ ദിവസവും ബുക്ക് തുറന്നു നോക്കും, എല്ലാ ദിവസവും വായിക്കുന്നുണ്ടാവും. പക്ഷേ റിസൾട്ട് കിട്ടണമെങ്കിൽ വർഷാവർഷങ്ങൾ ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ കിട്ടിയൊന്നും വരില്ല. നിങ്ങൾ പ്രൈവറ്റ് മേഖലയിലേക്കോ പഴയ കാര്യങ്ങളിലേക്കോ ഒക്കെ മടങ്ങിപ്പോയേക്കാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഒരൊറ്റ മൈൻഡ് സെറ്റ്, നമ്മൾ പറയത്തില്ല ഒറ്റ മൈൻഡായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്? അത് റാങ്ക് മേക്ക് ചെയ്യുന്ന റാങ്ക് ഹോൾഡറിന്റെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കേണ്ടി വന്നിരിക്കും, കുറേ സന്തോഷങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും. സിനിമയ്ക്ക് പോകുന്നതും, കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ പോകുന്നതും, അല്ലെങ്കിൽ വീട്ടുകാരോടൊത്തുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ പോകുന്നതും ഒക്കെ നിങ്ങൾ മാറ്റി വെക്കേണ്ടിയിരിക്കും. ആ സന്തോഷങ്ങൾ ത്യജിക്കും. എന്തെങ്കിലും ഒന്ന് ത്യജിക്കുമ്പോഴാണ് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചു. ആ കുട്ടി 4 വർഷമായിട്ട് PSC മേഖലയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ഞാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ പഠിക്കാൻ പോയി, ഒരുപാട് വളരെ പ്രമുഖമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ പഠിക്കാൻ പോയി. അവിടെ 700 മണിക്കൂർ ക്ലാസ്സും 800 മണിക്കൂറും ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. 700 മണിക്കൂറിന്റെ ക്ലാസ്സുകളൊക്കെ തരുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. നിങ്ങൾ അടുത്ത് തന്നെ അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. 800 മണിക്കൂറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഇത്രയും കണ്ടന്റുകൾ പഠിക്കാനുണ്ടോ, ഇത്രയും കണ്ടന്റുകൾ എടുക്കാനുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പരിധിയിൽ കവിഞ്ഞ്
ബൾക്കായിട്ടുള്ള കണ്ടന്റ് മെമ്മറിലോട്ട് കയറുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ സ്കിപ്പായി പോകും. ആ കുട്ടിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ തരുന്നു, എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ വേണ്ടത് ഏതാണ്, വേണ്ടാത്തത് ഏതാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഏതാണ്, ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തലയിൽ കെട്ടിക്കൊണ്ടിരുന്നു. അവസാനം ഒന്നുമില്ലാത്ത, പരീക്ഷയ്ക്ക് ഉപകാരപ്പെടാത്തതായിട്ട് ആ ക്ലാസ്സുകളും ബാക്കി നോട്ടുകളും എല്ലാം മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്, സാറേ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഞാൻ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പൈസ കൊടുത്തു, എനിക്കിനിയും ഒരു പ്ലാറ്റ്ഫോമിൽ പൈസ കൊടുക്കാനായിട്ട് പേടിയാണ്, കാരണം എനിക്കറിയില്ല എനിക്ക് റിസൾട്ട് കിട്ടുമോ, ഇത്രയും നാൾ ഞാൻ പഠിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെയും പ്രശ്നമാണ്. ഞാൻ ഈ ചുറ്റും വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ കണ്ടോ, ഇതേപോലെ വലിയ പുസ്തകം, ഇത് മാത്സിന്റെ പുസ്തകമാണ്. വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് എന്ന് പറയുന്നുണ്ട്. സാധാരണ PSCയിലും SSCയിലും RRBയിലും ഒക്കെ യൂസ് ചെയ്യുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ കനം കണ്ടോ, ഇത്രയും വലിയൊരു പുസ്തകം പഠിച്ച് നിങ്ങൾ PSC പരീക്ഷയിലെ 10 മാർക്കിന് വേണ്ടിയിട്ട് മാത്സിനെ പഠിക്കാനായിട്ട് ഈ വലിയൊരു ബുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വലിയ വലിയ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഈ റാങ്ക് ഫയലുകളൊക്കെ 3000-4000 പേജുള്ള റാങ്ക് ഫയലാണ്. മുഴുവൻ റാങ്ക് ഫയലും പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ലൂപ്പിലേക്ക് കടക്കാനല്ല PSCയിലേക്ക് വരേണ്ടത്, പകരം റാങ്ക് നേടി മടങ്ങിപ്പോവാനാണ്. അപ്പൊ ലൂപ്പ് എന്നൊക്കെ പറയുന്ന ഒരു വിദ്യ മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരുപാട് വർഷം ഇതിന്റെ പുറകെ മെനക്കെടാതെ വളരെ കുറച്ച് സമയം, അത് വളരെ പ്രീഷ്യസ് ആയിട്ട് ഉള്ള ഒരു സമയം മാറ്റിവെക്കുക. ആ സമയം അത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം സമയം, ഒരു വാല്യുബിൾ ടൈം അതിന് കൊടുക്കുക. ഒരു ദിവസം പരമാവധി സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം കണ്ടെത്തുക. ഒരു 6 മാസം കൊണ്ടോ, ഒരു 7 മാസം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വർഷത്തിനടുത്തുള്ള സമയം കൊണ്ട് നിങ്ങൾ ജോലിയും വാങ്ങി നിങ്ങളുടെ അടുത്ത കാര്യത്തിലേക്ക് പോവുക. നിങ്ങൾ ഒന്നെങ്കിൽ ഹയർ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ പോവാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതൊരു വിദ്യാ കോൺസെപ്റ്റ് ആണ്. പകരം നിങ്ങൾ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുക. രണ്ടാമത്തെ കാര്യം, ജോലി കിട്ടുമോ എന്നുള്ളതാണ്. ഞാൻ പഠിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒരുപാട് പേര് ജോലി കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ 515ാമത്തെ റാങ്ക് നേടി, അയാൾക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? CPO റാങ്ക് ലിസ്റ്റിൽ 324ാമത്തെ റാങ്ക് നേടി, അവന് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? ആക്ച്വലി നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റിൽ ഒരു 700ഓളം വേക്കൻസി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയി. ആ 700 വേക്കൻസിയിൽ ഒരു വേക്കൻസിയാണ് നിങ്ങൾക്ക് വേണ്ടത്. CPO റാങ്കിൽ ഓരോ ബറ്റാലിയനിലും 200-ലധികം വേക്കൻസി പോയി. ആ 200-ലധികം വേക്കൻസിയിൽ ഒരു വേക്കൻസിയാണ് നിങ്ങൾക്ക് വേണ്ടത്. LDCയിൽ വർഷാവർഷം ഏതാണ്ട് 10,000-നടുത്ത് വേക്കൻസികൾ പോകുന്നു. ഈ 10,000 വേക്കൻസിയിൽ ഒരു വേക്കൻസിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആക്ച്വലി നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നത്? ഈ അവസാനം കിടക്കുന്ന ആൾക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ സപ്ലിയിലുള്ള ആൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ PSC മൊത്തത്തിൽ ജഡ്ജ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ ആദ്യം വരാൻ വേണ്ടി പഠിക്കുക. നിങ്ങൾ എന്തിനാ അവസാനം പോകാൻ വേണ്ടി പഠിക്കുന്നത്? റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് എന്തിനാ പഠിക്കുന്നത്? ആദ്യ റാങ്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു റാങ്ക് ഹോൾഡറിന്റെ മനോഭാവം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ മാറ്റി വെക്കുക. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനല്ല, റാങ്ക് ലിസ്റ്റിന് ആദ്യം എത്താൻ വേണ്ടി പഠിക്കണം. അങ്ങനെ ആദ്യം എത്തിയാൽ തീർച്ചയായും നിങ്ങൾ ജോലിയിലേക്ക് കയറും. കാരണം ആ 700 വേക്കൻസിക്കകത്തിൽ ഒരു വേക്കൻസി മതി. നിങ്ങൾ ആദ്യം എത്തിയാൽ നിങ്ങൾ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ സീനിയോറിറ്റിയോടുകൂടി തന്നെ സർവീസിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ദെൻ മൂന്നാമത്തെ കാര്യം, അത് പഠന സമയമാണ്. നിങ്ങളൊരു വാല്യുബിൾ ടൈം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകൾ കാണും അല്ലെ? വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ എപ്പോഴും പറയും, എനിക്ക് കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നോക്കാനായിട്ട് പോകണം, വീട്ടിൽ ഭക്ഷണം വെക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോകണം, വല്യപ്പനുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകണം. കാര്യം ശരിയാണ്. പക്ഷേ ഈ എക്സാം നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുമോ? എക്സാം നടക്കേണ്ട ദിവസം എന്നാണോ അന്ന് എക്സാം നടക്കും. നോട്ടിഫിക്കേഷൻ വരേണ്ടപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, എക്സാം നടക്കേണ്ടപ്പോൾ എക്സാമും നടക്കും. പകരം എന്ത് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ? നമ്മുടെ മനോഭാവം മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ മാറ്റാൻ പറ്റാത്ത കാര്യത്തിന് വേണ്ടി അയ്യോ എനിക്ക് പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ സമയം കളയുന്നതിലും പകരം പരമാവധി സമയം നിങ്ങൾക്ക് വാല്യുബിളായിട്ട് എപ്പോഴൊക്കെ കിട്ടുമോ അപ്പോഴൊക്കെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, കുറേയൊക്കെ ത്യജിച്ച് മാറ്റിവെക്കാനായിട്ട് പറ്റിയാൽ അങ്ങനെയുള്ളവർ മാത്രമേ വിജയിച്ച ചരിത്രവും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതിന് പഴി കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമായിരിക്കും. സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. ആരുടെയും പ്രശ്നമല്ല അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 24 മണിക്കൂറേ സമയമുള്ളൂ. ആപ്പിളിന്റെ സ്ഥാപകന് 24 മണിക്കൂറേ സമയമുള്ളൂ. അതേപോലെ തന്നെ ജെഫ് ബെസോസിന് 24 മണിക്കൂറേ സമയമുള്ളൂ. എനിക്കും 24 മണിക്കൂറേ സമയമുള്ളൂ. നിങ്ങൾക്ക് 24 മണിക്കൂറേ സമയമുള്ളൂ. ആർക്കും സ്പെഷ്യലി 1 മണിക്കൂറോ 1 മിനിറ്റോ പോലും എക്സ്ട്രാ ഇല്ല. പകരം ഈ സമയത്തെ നമ്മളെങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഡിപ്പെൻഡ് ആകുക. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു നിശ്ചിത സമയം പഠനത്തിന് വേണ്ടി, പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക. അതിനകത്തിൽ പഠനത്തിൽ നിങ്ങൾക്ക് റാങ്ക് അടിക്കാനുള്ളതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മോക്ക് എക്സാംസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഈ മൂന്നിന്റെയും കൂടെ കോമ്പിനേഷനാണ് ഇപ്പുറത്ത് = ഇടുമ്പോൾ റാങ്ക് കിട്ടുന്നു എന്നുള്ളത്. അതുകൊണ്ട് പഠന സമയം പ്രോപ്പറായിട്ട് നിങ്ങൾ കണ്ടെത്തുക. മറ്റൊന്ന് സിലബസ് ആണ്. സിലബസ് അറിയാതെ നിങ്ങൾ കാട് കയറി പഠിച്ചു പോയിട്ട് ഒരു ഗുണവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 800 മണിക്കൂറിന്റെ ക്ലാസ് തരുന്ന സ്ഥാപനം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ ആ സ്ഥാപനം സിലബസിന്റെ മുക്കും മൂലയും ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ റാങ്ക് അടിക്കാൻ, ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾക്കൊട്ട് പ്രാധാന്യം കിട്ടത്തില്ല.
പക്ഷെ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ നിങ്ങൾ ചൂസ് ചെയ്യുക. സിലബസിനെ പൂർണ്ണമായി മനസ്സിലാക്കുക, ആ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ജോലി നേടാനുള്ളത് ആ സിലബസിനകത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും അവസാനത്തത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയ റാങ്ക് ഫയലുകളോ ഇതൊന്നുമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണോ പരീക്ഷയ്ക്ക് അവസാനം വരാൻ പോകുന്നത്, നിങ്ങളുടെ മാർഗ്ഗം നിർണ്ണയിക്കാൻ പോകുന്നത് എന്താണോ അത് മാത്രം സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഒരു എഡ്യൂ ഫെസ്റ്റ് നടക്കുകയാണ്. ഈ എഡ്യൂ ഫെസ്റ്റിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ: പരമാവധി കുട്ടികൾക്ക് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ കോഴ്സസിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു എഡ്യൂ ഫെസ്റ്റ് ഇപ്പൊ 29, 30, 1 തീയതികളിലായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ എഡ്യൂ ഫെസ്റ്റിലൂടെ നമ്മുടെ നോർമൽ പ്രൈസിൽ നിന്ന് 20% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ബാച്ചുകൾ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് ആകെ എത്രയാണോ പ്രൈസ് ഉള്ളത് ആ പ്രൈസിന്റെ 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അത് കുറച്ച് സാമ്പത്തികപരമായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്, പഠിച്ചു തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയില്ല, പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന PSC ഫീൽഡിലേക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിനെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള നമ്പറാണ് 8281223366 നമ്പർ. ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൽ ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള ഒരു പ്രോപ്പർ കോൺഫറൻസ് അവർ നിങ്ങൾക്ക് തരും. അപ്പം ഈ ഒരു എഡ്യൂ ഫെസ്റ്റ് നിങ്ങൾ മാക്സിമം ഉപകാരപ്പെടുത്തുക. ഇപ്പോൾ വരാനിരിക്കുന്ന LDC പരീക്ഷ ആയിക്കോട്ടെ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലോങ് ടൈം ഡിഗ്രി ബാച്ചുകളായിക്കോട്ടെ, ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പോലെയുള്ള SSC പോലെയുള്ള പരീക്ഷകളായിക്കോട്ടെ, ഏത് പരീക്ഷയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിനെ സമീപിക്കാം. ഈ എഡ്യൂ ഫെസ്റ്റിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. നാളത്തേക്ക് മാറ്റിവെച്ച് നിങ്ങളുടെ അവസരം വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഈ നിമിഷം തീരുമാനിക്കുക, ഈ നിമിഷം പഠിച്ചു തുടങ്ങാൻ പറ്റിയ സമയവും ഇതാണ്. കാരണം നമ്മളൊരു മോട്ടിവേഷൻ കേട്ട്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ആവശ്യമായ ഒരു സാധനം കേട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തുടങ്ങും. ഒരു സമയം കൂടെ ചിന്തിക്കാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നാളെ ആട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും നീട്ടിവെക്കും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഫോൺ എടുത്ത് 8281223366 നമ്പറിലോട്ട് വിളിക്കുക. നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചോ, അവർ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. നമുക്ക് ക്ലാസ്സിൽ കാണാം. വലിയ മാറ്റം നിങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.